കുടിക്കണ്ടടി ഗുണച്ചിപ്പോ രമണിക്കാ എന്റെ പ്രിയപ്പെട്ട രമണി. ഇനി ചെറിയായിരുന്ന എന്നാ അവനുള്ള ചേർത്തിരിക്കോട്ടി നാനി കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഇങ്ങനെ തേച്ച് തേച്ച് നമുക്കൊരു താജ്മഹൽ പണിയാൻ തോന്നിയെന്നാ. ശാന്ത കുഴയ്ക്കും രമണം തേക്കും, ശാന്ത കുഴയ്ക്കും രമണം തേക്കും. മണി ഒന്നായി എന്റെ അണ്ണനുണ്ടായോ. കാനാന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. എല്ലാം സഹിക്കാനുള്ളത്. നിങ്ങൾ എന്നെ ചതിക്കാണല്ലേ മനുഷ്യ. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളാണ് മേശരി എന്ന്. എന്നിട്ട് അവളല്ലേ മേശരി, നിങ്ങൾ കൂലിയായിരുന്നല്ലേ. നീ എന്തിനാ ഓ ചാടി ചേട്ടൻ തന്നെ ചേട്ടൻ തന്നെ കൊള്ള അറ്റയും തുറന്നു വെച്ചിട്ട് സുഖമായിട്ടാണ് ഉറങ്ങണ. പക്ഷേ നീ അങ്ങനെ എണീറ്റാണ് എനിക്ക് വിധവാ പെൻഷൻ അപേക്ഷിക്കണമായിരുന്നു. ഇത് തിരക്കൂടുതലാണ്, പോയിട്ട് നാളെ വാ, പിന്നെ ശരിയാക്കി തരാം. 2 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങി. ഇന്ന് എന്തായാലും ഞാൻ ശരിയാക്കിട്ടേ പോണോളൂ. ഇവർക്ക് എന്തൊരു ജോലി ചെയ്യാൻ സമയക്കൂല. എങ്കിൽ അമ്മച്ചൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി റേഷൻ കാർഡും ആധാർ കാർഡും നിങ്ങളെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോണ്ട് വരും, ഞാൻ ശരിയാക്കി തരാം. അതിനായിട്ട് ഇപ്പൊ വീട്ടിലൊന്നും പോകണ്ട. എന്നാ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് അപേക്ഷിച്ചാൽ മതി. ഓ ഇവര് സമ്മതിക്കൂല. പൊന്നപ്പൻ ഇതിന് പൊന്നപ്പന്റെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, അത് വേണം അതില്ലാതെ ഒന്നും നടക്കൂല. പോയെടുത്തോണ്ടാ പോ. ഇത്രയും വലിയ സർട്ടിഫിക്കറ്റ് അങ്ങനെ കൊള്ളാരി എനിക്കറിഞ്ഞൂടെ നോക്കളെ. അങ്ങനെ സ്കൂളിലൊന്നും പോയിട്ടില്ല. അയ്യോ അമ്മച്ചി, നിങ്ങൾ എന്തൊക്കെ പറയണ. പൊന്നപ്പനെ പ്രസവിച്ച് ആശുപത്രിയിൽ പോയി എഴുതി മേടിച്ചോണ്ട് വരി. അന്ന് ആരെങ്കിലും ആശുപത്രിയിലും പോകും. എന്റെ അമ്മ 19 കൊച്ചായിരുന്നു അങ്ങേര്. അന്ന് അവർ കൊല്ലം ചൂത്തേ ചമ്മന്തം തന്നെ ഇരിക്കണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നൂലെടുത്തിട്ട് ഫോട്ടോ എങ്കിലും വേണം. അന്ന് നൂലിട്ടുള്ള ചരട് മേടിക്കാൻ പോലും പോക്കില്ലേന്ന്, പിന്നെ അല്ലേ ഫോട്ടോ എടുക്കണത്. ഫോട്ടോ വേണം. നൂലിട്ടിട്ട് ഫോട്ടോ ഇല്ലാതെ ഒന്നും നടക്കൂല. അങ്ങനെ ഇപ്പൊ സർക്കാരിന്റെ പൈസ ഒരു പാവങ്ങളും തിന്നണ്ട. ഇതിന് ചവിട്ടടിക്കും. എവിടെയെന്ന് കളിക്കാൻ. അയ്യോ എടി ചക്കി, അത് ശരിയാവൂല. ഞാനാണ് കളിക്കുന്നത്. എടി ചക്കി പാറു, നിങ്ങൾ അറിഞ്ഞ നിങ്ങളും എല്ലാം അറിഞ്ഞ ഇവിടെ നിന്ന് കളിച്ചോണ്ട് നിന്നോ. നിന്റെ അപ്പൂപ്പ മരിച്ച്. എന്റെ അപ്പൂപ്പ മരിച്ച? അയ്യോ എന്റെ അപ്പൂപ്പ മരിച്ച് പാവടി. അതൊന്നും അല്ലെന്ന് നിങ്ങൾ അറിഞ്ഞ. അധ്യാപക സമരം പിൻവലിച്ച് നാളെ തൊട്ട് പഠിത്തോണ്ടെന്ന്. ചക്കി എണീരടി, എണീര് ചക്കി. അയ്യോ ഞാൻ 1 മാസത്തെ ഡയറി ഡുണ്ടു, നീ ഇവിടെ കാല് പിടിച്ചാണ്. ഞാന് യൂണിഫോം കഴുകിയിട്ടിട്ട് വരാം. ഭാഗ്യ എന്റെ യൂണിഫോമേ എന്റെ പുതിയ തലങ്ങണ ഉറക്കാതെ ഞാൻ വെച്ചിട്ടുണ്ട്. എടാ മണിക്കുട്ട, നീ അങ്ങോട്ട് പോകുമ്പോഴേ ആ കടലക്കാര അണ്ണാച്ചിന്റെ കടയിൽ കയറി നിന്റെ ടെസ്റ്റ് കൂടെ അടിച്ചോണ്ട് പോ. എന്റെ കൂടെ ഉണ്ടായില്ല സയൻസ് ടെസ്റ്റ്. വേഗം പോ. ചക്കി എണീരടി. ചക്കി നീ ഇത് വേഗം നടന്നാ നമുക്ക് വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യണം. നിനക്ക് വീട്ടിൽ പോയിട്ട് പോകാൻ വീട്ടിൽ മൊത്തം പ്രശ്നം തന്നെ. ഒരു സമാധാനവും ഇല്ല. എന്തൊരു ദോഷമാണോ എന്തോ. ഇന്നാണ് ഞാൻ കുളിച്ചോണ്ടത്, അപ്പൊ കയ്യിലെ വാഴ അങ്ങ് ഊരിപ്പോയി. പോരാത്തന്നെ ഞാൻ പല്ലിച്ചിട്ട് തുപ്പിയതാണെങ്കിൽ മൊത്തം പക. ജോലിശരി ഒത്തിരി നോക്കിയാൽ നമ്മളെ വീട്ടിൽ എന്തിനാണ് ഈ ദോഷം നിന്ന് കറങ്ങണേന്ന്. അതിപ്പോ അങ്ങ് നോക്കിക്കളയാം. ഓ കുയാലേ വാ വാ വാ, പാലും പഴം കുയാലേ വാ വാ വാ. ഓ കടുത്ത ദോഷം ഒന്നും അങ്ങോട്ട് തരുന്നില്ല. ഒന്നും തിരിച്ചു കൊടുത്തു. ഓം വിജയ് സേതുപതി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തോന്നും. എന്റെ കുട്ടുസമ്മ കാത്തോണേ. സാഹിബിന്റെ ആട് പുണ്ണാക്ക് തിന്നു, അണ്ണാക്കിലൊട്ടി. ഡോക്ടർ സാർ വന്നു, കുഴലിട്ട് നോക്കി, പ്രശ്നമൊന്നും ഇല്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതിലാണ് തൊടേണ്ട. ഇതിലാണ് തൊടും.
വിരൽ നിങ്ങൾക്ക് നേരെ പലവേ പൂവും ചൂവും അടുത്തടുത്ത് വന്നിരിക്കുന്നു. അയ്യോ എനിക്കാ. നിനക്കത് വേണോടി, നീ ആ ചക്കക്കുരു അത്രയും അവിച്ച് തിന്നപ്പോഴേ എനിക്കറിയാൻ ഇത് ലാസ്റ്റ് കുശൂലെ അവസാനിക്കണം. ഇപ്പൊ കണ്ട പലവേരും പൂവും ചൂവും അടുത്തടുത്ത് വന്നത്. ചക്കക്കുരു ഒക്കെ അവിച്ച് തിന്നിട്ടാണ് ഒന്നെങ്കിൽ ദക്ഷിണ വെച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. ഭാവി ഭൂതം വർത്താനം എല്ലാമേ കറക്റ്റാ. സാറിന്റെ അഴകാണ് മുഖം മാത്രം ഭാവി സമയത്ത് വാ. ആ വേണ്ട പൊക്കളൊക്കെ അളിയായിട്ട് മൊത്തം ഇടായിപ്പാണ്. അല്ലെങ്കിൽ തന്നെ നിന്റെ ഈ മോന്ത കണ്ടിട്ട് ആരെങ്കിലും അഴകാണ മൂഞ്ചി എന്ന് പറയൂ. അപ്പൊ അറിഞ്ഞിട്ട് ഇവർ പച്ചക്കള്ളോന്ന് പറയണത്. ആരെ മോന്തയുടെ കാണാൻ കൊള്ളില്ലാത്ത ഇന്ന് അവകളെ 200 രൂപ ഫലം പറയും നമുക്ക് കേക്കട്ടെ. എന്റെ 200 വെച്ചിട്ടാണ് എനിക്ക് കാണിച്ചാൽ മേടിച്ചു തരാത്തത്. ரொம்ப ராசியான கடை. சாருக்கு பெரிய வீடு, பெரிய காரு, ரொம்ப பணம், இதெல்லாமே கிடைக்கும். പള്ളി വിട്, നീ ഇരുന്ന് ഇപ്പ വരും. ஆனா அதுக்கு ஒரு சின்ன பிரச்சனை இருக்கு. உங்க நண்பன் പറയണ ഒരു ചൊറിനായ കോഴിത്തലയിലെ കൂടോത്രം ചെയ്തു വെച്ചിരിക്കും. ആരാണ് ചൊറിനായ? അവ എപ്പോഴുമേ മുക്കിലും കൈയിട്ട് ഓ കൂടെ കൈ ഇളുക്ക്. ഞാനോ? നീയാണല്ലോ എന്റെ പണം ബ്ലോക്ക് ചെയ്ത്. അയ്യോ എന്റെ പണം ബ്ലോക്ക് ചെയ്തിട്ട് മൂക്കിലെ മാത്രം കൈ. സാറേ 11ാമത്തെ ചോദ്യത്തിൽ സംശയമുണ്ട്. 11ാമത്തെ ചോദ്യമോ? ആ, പണ്ടത്തെ കൃഷിരീതിയും ഇപ്പോഴത്തെ കൃഷിരീതിയും മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു കർഷകനെ ഇന്റർവ്യൂ ചെയ്യുക. അതിനായി 5 ചോദ്യം തയ്യാറാക്കുക. വീട്ടിനടുത്തുള്ള കർഷകനാകുമ്പോ മാമന്റെ അടുത്ത് ചോദ്യം. മാമന്റെ മോൻ ഗൾഫിൽ നിന്ന് വരാറായോ? രണ്ടാമത്തെ തോന്നുന്നു എന്റെ കമ്മല്. ഇപ്രാവശ്യമെങ്കിലും എന്റെ കമ്മല് പണയമെടുത്ത് തരുമോ? മൂന്നാമത്തത് ഇന്നലെ മാമൻ സിനിമ കാണാൻ വന്നപ്പോൾ മാമന്റെ കഷം കീറിയിരുന്നു. അത് എന്തുകൊണ്ടാണ് തയ്ക്കാത്തത്? മാമന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്റെ അമ്മാമ്മയ്ക്ക് ഒരു കോടാലി തൈലം കൊണ്ടുവരുമോ? അഞ്ചാമത്തത് മിനിഞ്ഞാന്ന് മരം മുറിക്കാൻ നമ്മളെ വീട്ടിൽ നിന്ന് വെട്ടോത്തി വാങ്ങിയില്ലേ, ആ വെട്ടോത്തി നമുക്ക് കൊണ്ടു തരുമോ? 5 ക്വസ്റ്റ്യൻ എനിക്ക് 5 മാർക്ക് കിട്ടും. സാറേ 10ാമത്തെ ചോദ്യവും സംശയമുണ്ട്, അതുകൂടെ പറഞ്ഞു തരുമോ? ചക്കിയ ചോദ്യ പേപ്പർ ഇതാ. ആ, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഒരു കത്ത് അയക്കുക. എടാ മണിക്കുട്ട, ഞാൻ നിനക്കാണേ കത്ത് എഴുതണത്. അപ്പൊ ഞാൻ നിനക്കെഴുതാം. കത്ത് എഴുതുമ്പോ മുകളിൽ വലതുവശത്ത് സ്ഥലം, തീയതി, ഇടതുവശത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ മണിക്കുട്ടൻ അറിയുന്നതിന് കോമ. നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. കുറെ ദിവസം കൊണ്ട് ഞാൻ പറയണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. മിനിഞ്ഞാന്ന് നീ എന്റെ വീട്ടിൽ വന്നപ്പോൾ അവിടന്ന് 2 ഗപ്പിയെ പിടിച്ചോണ്ട് പോയത് ഞാൻ അറിഞ്ഞു. മര്യാദയ്ക്ക് അതിനെ തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ കിടക്കുന്ന എല്ലാ മീനിനെയും ഞാൻ പിടിച്ചോണ്ട് പോവും. പിന്നെ എന്റെ അടുത്ത് വന്ന് ചോദിക്കരുത്, നിന്നെ എന്റെ വീട്ടിൽ കയറ്റേ ഇല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ മീനിനെ എനിക്ക് തന്നോണം എന്ന് സ്വന്തം ഡുണ്ടു. പേര് ഒട്ടു. കത്ത് കിട്ടുമ്പോ നീ എന്റെ മീനിനെ തിരിച്ചു തന്നില്ലെങ്കിലാണ് കാണിച്ചു തരാണ്. അടുത്ത ചോദ്യം. ആ, എല്ലാരും വേഗം എഴുതിക്കോ, ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഡ്രില്ലാണല്ലേ? എന്നാ എല്ലാരും ക്ലാസ്സിൽ നിന്ന് വെളിയിറങ്ങി വരിവരിയായിട്ട് എന്റെ പിറകെ വാ. ആരും ബഹളം ഉണ്ടാക്കല്ലേ. Hands up. Hands down. Hands up. Hands down. Hands up. Left hand. Left hand. Front. Right hand. Front. Hands down. Jump. ചക്കി ഒന്ന് ചോദിച്ചാണ്ടി സാധനത്തെ സാറ്റ് കളിച്ചോട്ടാ. എനിക്കൊന്നും വയ്യ, സാറിന്റെ നടി കിട്ടാൻ. നീ അങ്ങനെ ചാടിയാണ്.
എടി പാറു സാറിന്റെ അടുത്ത് വെച്ചാണ് മതിയെ കെട്ടുന്നത് എന്റെ കാര്യം കഴിക്കുന്നു ആ ബെല്ലടിച്ച് എല്ലാരും വരി വരിയായിട്ട് ക്ലാസ്സിൽ പോയി. കളിക്കാനും പറ്റില്ല. ചെറുമക്കൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ വേണം. അമ്മൂമ്മ തള്ളേരോടുള്ള സ്നേഹം നോക്കിയാണ്. ഇപ്പോഴും കണ്ടോണ്ടിരിക്കാനായിരിക്കും അല്ലേ ഈ ഫോട്ടോ എടുക്കുന്നത്. അല്ല അമ്മ ഓയിലെക്സിലിടെ അതെങ്കിലും ഒരു മണ്ടം വന്ന് വീരായിരിക്കൂല. ചില്ലറെല്ലാം കിട്ടിയാലേ കയ്യിലാണെങ്കിൽ ഒരു പൈസ ഇല്ല. മോനെ നീ എന്നെ തൂക്കിക്കാൻ നോക്കണ നിങ്ങളോടല്ലോ. അയ്യോ സോറി അച്ഛാ, എനിക്ക് 2000 രൂപ അത്യാവശ്യം ഉണ്ടായിരുന്നു. അയ്യോ 2000 രൂപ മുതലാണോ ഈ കിടന്ന് ഓടുന്നത്? ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 12 മണിക്ക് തന്നെ അന്നദാനം ആരംഭിക്കുന്നത്. അയ്യോ ഇപ്പൊ തന്നെ പറഞ്ഞു തരായി. ആദ്യത്തെ വഴിക്ക് തന്നെ എനിക്ക് കയറണം. പങ്കിയൊക്ക നിങ്ങൾ ഈ കലയങ്കരത്തന്നെ കൊണ്ട് എങ്ങാട്ട് താമസമാര് പോണാ? നീ എന്റെ തീർക്ക എന്നെ കളിയാക്കടാ. ഞാൻ പറയത്തോട്ടെ ഉണ്ണാൻ പോവേനു. ഇപ്പഴും ചെതിലേക്ക് അവിടെ ഞെടുക്കാവും. നാലായാലും ഞാൻ പോവേനെ. അപ്പൊ രണ്ടുകൂടി പച്ച അങ്ങേരെ കൂടി വാങ്ങാന്ന് വിചാരിച്ചു. അതിനാണ് ഇത്രയും ചെറിയൊരു കല എടുത്തത്. പിന്നെ രസത്തിന് മോരഞ്ഞുമായിട്ട് കൊച്ചു കൊച്ചു പാത്രങ്ങളെ ഞാൻ എടുത്തോളൂ. ഇതിലും ചെറിയ കലത്തിലാണ് അവിടെ വേവിച്ചത്. അല്ല നിങ്ങളെ ഇന്ന് രാവിലെ കാപ്പി സദ്യ കണ്ടില്ലല്ലേ? ഇഡലി സാമ്പാറും പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇഡലി സാമ്പാറുവാ? എന്നിട്ട് എന്നോട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ നാഗനെ എന്റെ ഒരാഴ്ചത്തെ ഇഡലി പോയേ. അയ്യോ എനിക്കിത് ചോറും കിട്ടൂല. ഈ തള്ളക്ക് തീറ്റപ്പിനെന്തുവായ? മക്കളെ ഞാൻ കുമാരയമ്മേ. ഈ കലത്തിലുണ്ടല്ലോ നിറച്ചങ്ങ് ചോറ് എടുക്കണേ. ഇതിലെത്തിരി രസം